എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിടയിൽ പലരും വീടുകളിൽ ഈശ്വര വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും. വീടുകളിൽ പൊതുവെ വയ്ക്കുന്ന ഈശ്വര വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം. വീട്ടിലെ പൂജാമുറിയിലെ സ്ഥിരം സാന്നിധ്യമായിരിക്കും ഇത്. കൃഷ്ണൻ്റെ പല രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിനായിട്ട് നാം വയ്ക്കുന്ന ഒന്നാണ് ഈ കൃഷ്ണവിഗ്രഹം എന്ന് പറയുന്നത്. നാം ഇത്തരത്തിൽ കൃഷ്ണവിഗ്രഹമാണെങ്കിലും ചിത്രമാണെങ്കിലും ഇത് വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ വീട്ടിലേക്ക് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവരുന്ന സമയത്ത് അത് കൊണ്ടുവന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മനസ്സുമായിട്ട് ഒരു ആത്മബന്ധം ആ വിഗ്രഹത്തിന് ഉണ്ടാവും. ആ ഒരു വിഗ്രഹത്തിന് ജീവനുള്ളതുപോലെ പലപ്പോഴും അതിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് തോന്നും. അത്രയും കണ്ടങ്ങ് അടുത്തിട്ടുണ്ടാവും ആ ഒരു വിഗ്രഹവും അതിനെ പരിപാലിക്കുന്ന ആളും തമ്മിൽ. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു കൃഷ്ണവിഗ്രഹമായിരിക്കും എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുണ്ടാവുക. നമ്മളതിനെ പൊന്നുപോലെ കൊണ്ടു നടക്കും. പക്ഷേ എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള പൊട്ടലുകളോ എന്തെങ്കിലും കാരണം കൊണ്ട് തറയിലേക്ക് വീഴുന്നത് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് മാറ്റാൻ അല്ലെങ്കിൽ പുതിയത് വാങ്ങിച്ചു വെക്കാൻ ഇത് കളയാനായിട്ട് ഒരു മടിയുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ പലർക്കും അതുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ വീട്ടിൽ ഒരു കാരണവശാലും പൊട്ടിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയിട്ടുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പൊട്ടലുകളോ വിള്ളലുകളോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആ വിഗ്രഹം മാറ്റിയിരിക്കണം. ഇത് ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിൽ മാത്രമല്ല കേട്ടോ, ഏത് വിഗ്രഹമാണെങ്കിലും അതുപോലെ തന്നെ ചിത്രങ്ങളാണെങ്കിലും കീറിയതോ അല്ലെങ്കിൽ മങ്ങിയതോ ഫ്രെയിമിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അവയൊന്നും തന്നെ നമ്മൾ പൂജാമുറിയിലോ വീട്ടിലോ വയ്ക്കാൻ പാടില്ല. പുതിയതായിട്ട് ഒന്ന് വാങ്ങിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാർ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. അത് പൊടി പിടിച്ച് അങ്ങനെ അങ്ങ് കിടക്കും. ഒരു കാരണവശാലും വിഗ്രഹങ്ങൾ പൊടി പിടിച്ച് കിടക്കാൻ പാടില്ല. നിർബന്ധമായിട്ടും ദിവസവും അത് വൃത്തിയാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മറ്റൊരു കാര്യം, കൃഷ്ണവിഗ്രഹം വയ്ക്കേണ്ട ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. തെക്കോട്ട് യാതൊരു കാരണവശാലും ഇത് വയ്ക്കരുത്. പടിഞ്ഞാറും അത്ര നല്ലതല്ല. ഉത്തമമായ ദിശ എന്ന് പറയുന്നത് മുഖം കിഴക്കോട്ട് ദർശനമായിട്ട് വരുന്ന വിധത്തിൽ വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ കൃഷ്ണവിഗ്രഹം എപ്പോഴും വീടിൻ്റെ ഈശാന കോണിൽ വയ്ക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പറയാം. അതായത് വടക്ക് കിഴക്ക് മൂലയിൽ. അവിടെ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ വയ്ക്കാം. വീടിൻ്റെ വടക്ക് കിഴക്ക് സ്ഥാനത്ത് പൂജാമുറിയെങ്കിൽ അവിടെ വയ്ക്കുന്നത് ഏറെ ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരും എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇടവും. ഇനി കൃഷ്ണവിഗ്രഹം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് പൂജാമുറി തന്നെയാണ്. പൂജാമുറിയാണ് ഏറ്റവും അത്യുത്തമം. അതുപോലെ ഹാളിലും വയ്ക്കാവുന്നതാണ്. എന്നാൽ ഇത് യാതൊരു കാരണവശാലും ബെഡ്റൂമിലോ അടുക്കളയിലോ വയ്ക്കാൻ പാടില്ല. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഭംഗിക്കായിട്ട് ബെഡ്റൂമിൻ്റെ ഒരു കോർണറിൽ നല്ല കൃഷ്ണവിഗ്രഹം വെച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിലാണ് നിങ്ങളുടെ കൃഷ്ണവിഗ്രഹം സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം തന്നെ നിങ്ങളത് മാറ്റിയിരിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരമ്മ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്ന് തന്നെ വീഡിയോയിൽ പറയാമെന്ന് കരുതിയത്. പലർക്കും ഇങ്ങനെയൊരു സംശയം ഉണ്ടാവും. ഞാനും എൻ്റെ ഉണ്ണിക്കണ്ണനും തമ്മിൽ വളരെയധികം ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണർന്ന ഉടനെ തന്നെ എനിക്ക് ഉണ്ണിക്കണ്ണനെ കണി കാണാനായിട്ട് ഞാൻ ബെഡ്റൂമിലാണ് അത് സൂക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാരണം പറഞ്ഞു കഴിഞ്ഞാലും കൃഷ്ണവിഗ്രഹം ഒരു കാരണവശാലും നിങ്ങളുടെ ബെഡ്റൂമിൽ സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെറും തറയിലും നമ്മൾ കൃഷ്ണവിഗ്രഹം വയ്ക്കാൻ പാടില്ല.
ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതോ ആണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിഗ്രഹം ഒരിക്കലും നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന സ്ഥാനത്ത് വയ്ക്കാൻ പാടില്ല. നമ്മുടെ തലയുടെ ലെവലിൽ അല്ലെങ്കിൽ അതിന് താഴെ മാത്രമായിട്ട് ഇത് വയ്ക്കാൻ പാടുള്ളൂ. കൈ ഉയർത്തി എടുക്കേണ്ട വിധത്തിൽ ഇത് ഒരു കാരണവശാലും നിങ്ങൾ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിഗ്രഹത്തിന് ശരിയായ വെളിച്ചവും ആവശ്യമാണ് എന്നതൊന്ന് ഓർക്കണം. പ്രധാന പ്രകാശ സ്രോതസ്സ് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്ന് പ്രതിമയിൽ പതിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്ഷേത്രങ്ങളിൽ എണ്ണവിളക്കുകളും ഈ ദിശകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പുതിയതായിട്ടൊരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബുദ്ധപ്രതിമ പോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമയും നിങ്ങളുടെ ഉദ്ദേശത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ തന്നെ വീട്ടിൽ കൊണ്ടുവരിക. എന്നാൽ നിങ്ങൾക്ക് നല്ല ഊർജം വേണമെങ്കിൽ ഒരു പശുക്കുട്ടിയുമൊത്തുള്ള കൃഷ്ണപ്രതിമ വീട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അടുത്തതായിട്ട് നിങ്ങളിങ്ങനെ കൃഷ്ണവിഗ്രഹത്തോടൊപ്പം പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ നല്ലതായിട്ടുള്ള മറ്റു ചില വസ്തുക്കളും കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഇതിൽ ആദ്യത്തേത് പുല്ലാങ്കുഴലാണ്. കൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പുല്ലാങ്കുഴൽ. ഭഗവാൻ കൃഷ്ണന് പ്രിയപ്പെട്ട പുല്ലാങ്കുഴൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. ഇതിലൂടെ വീട്ടിൽ ഐക്യവും സമാധാനവും കൈവരും. അടുത്തത് പശുക്കിടാവിൻ്റെ പ്രതിമയാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് പശുവിൻ്റെ പ്രതിമ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. കാരണം ഹിന്ദുമത വിശ്വാസപ്രകാരം എല്ലാ ദൈവങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മൃഗമാണ് പശു. പശു ഉൽപ്പാദിപ്പിക്കുന്ന വെണ്ണ, പാൽ, മറ്റെല്ലാ പാൽ ഉൽപ്പന്നങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരുന്നു. അതിനാൽ സന്തോഷത്തിനും സമാധാനത്തിനുമായി വീട്ടിൽ ഒരു പശുവിൻ്റെ പ്രതിമ കൂടെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് മയിൽപ്പീലിയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ സൗന്ദര്യത്തിനും വ്യക്തിത്വത്തിനും പേരുകേട്ടതാണ് മയിൽപ്പീലി. അദ്ദേഹം ഇത് തലയിൽ ചൂടിയിരുന്നു. നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ മയിൽപ്പീലികൾ സൂക്ഷിക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജം വരുത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അടുത്തത് താമരപ്പൂവാണ്. താമരപ്പൂവുകൾ വളരെ പവിത്രമായിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സ്ഥിരത കൈവരുത്താനായിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ ഒരു താമര വയ്ക്കുക. എല്ലാ ദിവസവും ഇത് മാറ്റി സ്ഥാപിക്കാനും മറക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവാൻ സഹായിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷ്ണ വിഗ്രഹം വാങ്ങിക്കുന്നു, രാധയുടെ വിഗ്രഹം വാങ്ങിക്കുന്നു, ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ രണ്ടുപേരുടെയും വിഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണ വിഗ്രഹം, അതായത് ഒരുമിച്ച് രാധാകൃഷ്ണനുള്ള വിഗ്രഹം വാങ്ങി സൂക്ഷിച്ചാൽ മതിയാകും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ ഭാവങ്ങളും അതിൻ്റെ നേട്ടങ്ങളും കൂടി ഒന്ന് പറയുന്നുണ്ട്. വെണ്ണ തിന്നുന്ന കൃഷ്ണൻ സന്താന ഭാഗ്യത്തിനാണ്. ആലിലയിൽ കിടക്കുന്ന ശ്രീകൃഷ്ണൻ കുട്ടികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം നൽകും. പശുവിൽ നിന്ന് പാൽ കുടിക്കുന്ന ശ്രീകൃഷ്ണൻ വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. പുല്ലാങ്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണൻ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനുമാണ്. ശ്രീകൃഷ്ണ ഭഗവാനും രാധയും ഒരുമിച്ചുള്ള വിഗ്രഹം സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനാണ്. കാളിയമർദ്ദനം ശത്രുക്കളെ ജയിക്കാനും നാഗശാപം ഒഴിവാക്കാനുമാണ്. ഗോവർദ്ധനം വഹിക്കുന്ന കൃഷ്ണൻ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും തീരാനാണ്. രുക്മിണി സ്വയംവരം വിവാഹം നടക്കാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരുപാട് അമ്മമാരാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്ന് എനിക്കറിയാം. വിഗ്രഹവുമായിട്ടുള്ള ആത്മബന്ധം കണക്കിലെടുത്ത് അത് പൊട്ടിയ വിഗ്രഹമൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ അതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.